Good evening, all. Welcome to Phoenix Technos. Today's class, we are going to explain one tricky question from the eigenvalue of a matrix. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് PSC ഇൻഡസ്ട്രി സെക്ഷൻസിന് ഓഫീസറിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ്. ഓക്കെ, അന്നേരം ഈ ക്വസ്റ്റ്യൻ മിക്കവാറും എക്സാംസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിൾ കോൺസെപ്റ്റ് അറിഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഏഗൻ വാല്യൂ ഓഫ് ദ ഗിവൺ മെട്രിക്സ് എ ഈസ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. ആ മെട്രിക്സിലെ ഫുൾ എലമെന്റ്സ് എന്താണ്? 1 ആണ്. ആ മെട്രിക്സ് എന്താണ്? ഒരു 5/5 സ്ക്വയർ മെട്രിക്സ് ആണ്. 5/5 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിന്റെ ഗ്രേറ്റസ്റ്റ് ഏഗൻ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 6 ഓപ്ഷൻസ് ഉണ്ട്: 1, 0, 5 ആൻഡ് 4. ഓക്കെ, അന്നേരം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നാൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിമ്പിൾ കോൺസെപ്റ്റ് മാത്രമാണ് പറയുന്നത്. ആ കോൺസെപ്റ്റ് അറിഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം തന്നിരിക്കുന്ന ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നാൽ ആ ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന മെട്രിക്സിനെയാണ് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ എലമെന്റ്സും സെയിം ആണ്. എല്ലാ റോയിലെയും എല്ലാ എലമെന്റ്സും എന്താണ്? സെയിം ആണ്. അങ്ങനെ എല്ലാ എലമെന്റ്സും സെയിം ആയാല് നമുക്ക് പറയാം ഇവിടെ ഫസ്റ്റ് റോ R1ഉം സെക്കൻഡ് റോ R2ഉം തേർഡ് റോ R3യും സിമിലർലി ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് റോ എന്താണ്? ഈക്വൽ ആണ്. ദെർഫോർ ഇവിടെ 5 റോസും ഈക്വൽ ആണ്. ദെർഫോർ ഒരു റോ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ദെർഫോർ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന മെട്രിക്സില് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് റോ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം എല്ലാ റോസും എന്താണ്? ഐഡന്റിക്കൽ ആണ്. ദെർഫോർ ഒൺലി വൺ ഇൻഡിപെൻഡന്റ് റോ എന്ന് പറയാം. എന്തെന്ന് പറയാം? 1 ഇൻഡിപെൻഡന്റ് റോ എന്ന് പറയാം. ഒരു ബേസിക് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ഏഗൻ വാല്യൂവിലെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ റാങ്ക് ഓഫ് മെട്രിക്സിലെ ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്: ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് നോൺ as ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് റോസ് ഓർ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോളംസ്. റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് റോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോളം ആയിരിക്കാം. അത് വെച്ചിട്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെർഫോർ ഇവിടെ 1 ഇൻഡിപെൻഡന്റ് റോ ആണ്. ദെർഫോർ നമുക്ക് പറയാം റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തന്നെ റാങ്ക് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്കറിയാം. ആ തന്നിരിക്കുന്ന മെട്രിക്സിനെ ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യും? എക്ലിയോൺ ഫോമിൽ കൺവേർട്ട് ചെയ്യും. ഈ മെട്രിക്സിനെ, ഈ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ട് ആ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും? R2 ഇംപ്ലൈസ് R2 minus R1. Similarly, R3 implies new R3 equal to R3 minus R1. R4 implies R4 minus R1. R5 implies R5 minus R1. എല്ലാ റോയിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? R1 കുറയ്ക്കുന്നു. ദെർഫോർ ന്യൂ മെട്രിക്സ് ക്യാപിറ്റൽ എ, ന്യൂ മെട്രിക്സ് എ ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 1 1 1. ബാക്കി എല്ലാ റോസും എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ദെർഫോർ ഇവിടെ നോക്ക്, നമ്പർ ഓഫ് നോൺ സീറോ റോ എന്താണ്? 1 ആണ്. റാങ്കിന്റെ വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. ഒരു റോ എക്ലിയൻ ഫോമിൽ കൺവേർട്ട് ചെയ്താൽ ആ എക്ലിയൻ ഫോമിലുള്ള നമ്പർ ഓഫ് നോൺ സീറോ റോ ആയിരിക്കും ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ദെർഫോർ അങ്ങനെയും നമുക്ക് പറയാം റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് റോസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. ദെർഫോർ റാങ്ക് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് റാങ്ക് ഈക്വൽ ടു ഏതൊരു മെട്രിക്സിലും അതിന്റെ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ ഏഗൻ വാല്യൂ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് നോൺ സീറോ ആണ്. സീറോ അല്ലാത്ത ഏഗൻ വാല്യൂസ് എത്ര എണ്ണം ഉണ്ടോ ആ നമ്പർ ഓഫ് നോൺ സീറോ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു എന്തായിരിക്കണം? റാങ്ക് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കണം. ദെർഫോർ ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റാങ്ക് 1 ആണ്. ദെർഫോർ ഒരൊറ്റ നമ്പർ ഓഫ് നോൺ സീറോ ഏഗൻ വാല്യൂ മാത്രമേ ഈ പർട്ടിക്കുലർ മെട്രിക്സിൽ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ദെർഫോർ ഈ മെട്രിക്സിൽ ഏതൊരു സ്ക്വയർ മെട്രിക്സിലും
എൻ ബൈ എൻ ആണ് ഓർഡർ എങ്കിൽ, എൻ ബൈ എൻ ആണ് ഓർഡർ ഓഫ് ദ മെട്രിക്സ് എങ്കിൽ അവിടെ എത്ര ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും? എൻ നമ്പർ ഓഫ് ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും. അന്നേരം ഈ കോൺസിൽ 5/5 ആണ് ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ദർഫോർ എത്ര ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും? 5 ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് 5 ഡിഫറെന്റ് ഓർ 5 സെയിം ഏഗൻ വാല്യൂസ് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ ഏഗൻ വാല്യൂസ് ആയിരിക്കണം. ദർഫോർ 5 ഏഗൻ വാല്യൂസിൽ ഒരു ഏഗൻ വാല്യൂ മാത്രം എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. റിമൈനിങ് 4 ഏഗൻ വാല്യൂസ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാങ്ക് ഓഫ് ദി മെട്രിക്സ് 1 ആണ്. ഓർഡർ ഓഫ് ദി മെട്രിക്സ് 5 ആണ്. ദർഫോർ 5 ഏഗൻ വാല്യൂസിൽ ഒരു ഏഗൻ വാല്യൂ മാത്രം എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. ബാക്കി എല്ലാ ഏഗൻ വാല്യൂസും എന്തായിരിക്കും? സീറോ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കറിയാം ബേസിക് ഡെഫിനിഷൻ ഓഫ് ഏഗൻ വാല്യൂ എന്ന് നമുക്ക് എന്ത് കിട്ടും? ട്രേസ് ഓഫ് ദ മെട്രിക്സ്. ഏതൊരു മെട്രിക്സിന്റെയും സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്, ട്രേസ് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ട്രേസ് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു സം ഓഫ് ഏഗൻ വാല്യൂ ആയിരിക്കും. ഏതൊരു മെട്രിക്സ് എടുത്താലും, ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും അതിന്റെ സം ഓഫ് ഡയഗണൽ എലമെന്റ് ഈക്വൽ ടു എന്തായിരിക്കും? സം ഓഫ് ഏഗൻ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഒറിജിനൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്താണ്? 1 1 1 1 1 ആണ്. ദർഫോർ സം ഓഫ് ഡയഗണൽ എലമെന്റ് എന്ത് കിട്ടും? 5 കിട്ടും. സം ഓഫ് ഡയഗണൽ എലമെന്റ് 5 കിട്ടും. അതായിരിക്കും ഇവിടുത്തെ λ1 പ്ലസ് λ2 പ്ലസ് λ3 പ്ലസ് λ4 പ്ലസ് λ5. ഓക്കെ, 5 ഏഗൻ വാല്യൂസ് ഞാൻ കൺസിഡർ ചെയ്തു. ദർഫോർ ആ ഫുള്ള് ഏഗൻ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ ട്രേസ് ഓഫ് ദ മെട്രിക്സ് 5 കിട്ടണം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് λ1 ടു λ5 ഒരൊറ്റ ഏഗൻ വാല്യൂ മാത്രം എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. ബാക്കി എല്ലാ ഏഗൻ വാല്യൂസും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദർഫോർ നമുക്ക് കിട്ടും λ ഈക്വൽ ടു 5 കിട്ടും. റിമൈനിങ് ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? 0 0 0 0 ആയിരിക്കും. ദർഫോർ ഇങ്ങനൊരു മെട്രിക്സ് തന്നാൽ എപ്പോഴും അറിഞ്ഞിരിക്കുക, ആ മെട്രിക്സിന്റെ ഫുള്ള് എലമെന്റ്സ് 1 ആണെങ്കിൽ ആ മെട്രിക്സിന്റെ സം ഓഫ് ഡയഗണൽ എലമെന്റ് എന്താണോ അതായിരിക്കും ഗ്രേറ്റസ്റ്റ് ഏഗൻ വാല്യൂ. റിമൈനിങ് ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. സിമിലർലി ഒരു n ബൈ n മെട്രിക്സ് തന്നാൽ, സെയിം വൺസ് മാത്രമുള്ള ഒരു n ബൈ n മെട്രിക്സ് തന്നാൽ ഇവിടുത്തെ ലാർജസ്റ്റ് ഏഗൻ വാല്യൂ എന്തായിരിക്കും? n ആയിരിക്കും. റിമൈനിങ് ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദർഫോർ n മൈനസ് വൺ നമ്പർ ഓഫ് സീറോസും വരും. ഫസ്റ്റ് ഏഗൻ വാല്യൂ എന്നും ആയിരിക്കും. കാരണം എന്താണ്? n ബൈ n മെട്രിക്സ് ആണെങ്കിൽ ട്രേസ് ഓഫ് ദ എലമെന്റ് എന്തായിരിക്കും? n ടൈംസ് 1 ആഡ് ചെയ്യുന്നതായിരിക്കും. ദർഫോർ എന്താണ്? സം ഈക്വൽ ടു n വരും. സം ഓഫ് ഏഗൻ വാല്യൂ n ആകണമെങ്കിൽ നോൺ സീറോ ഏഗൻ വാല്യൂ എന്തായിരിക്കണം? n ആയിരിക്കണം. അന്നേരം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ഒരു റാങ്ക് 1 ഉള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ സം ഓഫ് ഏഗൻ വാല്യൂ തന്നായിരിക്കും ഗ്രേറ്റസ്റ്റ് ഏഗൻ വാല്യൂ. അന്നേരം ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക, ഇതൊരു 5/5 മെട്രിക്സ് ആണ്. ദർഫോർ ഗ്രേറ്റസ്റ്റ് ഏഗൻ വാല്യൂ 5 ആയിരിക്കും. സ്മോളസ്റ്റ് ഏഗൻ വാല്യൂ ചോദിച്ചാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സെയിം ക്വസ്റ്റ്യൻ 5/5 പകരം 10/10 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഏഗൻ വാല്യൂ 10 ആയിരിക്കും. സ്മോളസ്റ്റ് ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 10 ഏഗൻ വാല്യൂസിൽ ഒരു ഏഗൻ വാല്യൂ 10 ആയിരിക്കും. റിമൈനിങ് 9 ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, എക്സാംസിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്.